നമസ്കാരം, ഡോക്ടർ ഗായത്രി. ഇന്ന് നമുക്ക് പാലുണ്ണിയെ കുറിച്ച് നോക്കാം. പാലുണ്ണി എന്ന് പറഞ്ഞാൽ മൊളസ്കം കണ്ടേജിയസും എന്നാണ് ഇതിന് പറയുന്നത്. വെളുത്ത് ഉരുണ്ട ഒരു പോലെ ഉണ്ടാവും പാലുണ്ണി. ഇത് കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് പകരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 5 വയസ്സിന് താഴെയുള്ള ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കുട്ടികൾക്കാണ് ഇത് കണ്ടുവരാറുള്ളത്. പിന്നെ കുട്ടികൾ ഇങ്ങനെ ഓരോ ടോയ്സൊക്കെ ഷെയർ ചെയ്യുമ്പോൾ, ഈ ടവലൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റൊരു കുട്ടിയിലേക്ക് ഇത് പകരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഇങ്ങനെ പാലുണ്ണി ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിക്കുമ്പോഴൊക്കെ അതിൽ നിന്നുള്ള സ്രവം മറ്റൊരു സ്ഥലത്ത് വീണ് അവിടെയും പിന്നെ പാലുണ്ണി വരാനുള്ള ചാൻസ് ഉണ്ട്. ചില ഈ പാലുണ്ണികൾ 1-2 വർഷത്തിൽ നോർമലായിട്ട് അത് പോവും. ചിലത് 2-4 കൊല്ലം നിലനിൽക്കുകയും ചെയ്യും. മൊളസ്കം കണ്ടേജിയസും ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം. സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ, പിന്നെ കേട്, യോഗട്ട് പോലെയുള്ള പ്രോബയോട്ടിക് ഫുഡുകളും കഴിക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒഴിവാക്കേണ്ടവ ഷുഗർ, സ്വീറ്റ്സ് ഒക്കെ ഒഴിവാക്കണം. ഫ്രൈഡ് ഓയിലായിട്ടുള്ള പലഹാരങ്ങൾ ഒഴിവാക്കണം. പിന്നെ മധുരപാനീയങ്ങളും ഒഴിവാക്കുന്നത് നല്ലതാണ്.